ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെബി. ഞാൻ ട്രേഡ് മാക്സ് അക്കാദമിയിലെ ക്രിപ്റ്റോ മെൻറ്ററാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ സംസാരിച്ചത് മർബോസോ ക്യാനലിനെ പറ്റിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ മറ്റൊരു ക്യാനലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാനലാണ് ഡോജി ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ സംസാരിച്ചിരുന്നത് മർബോസോ ക്യാനലിനെ പറ്റിയാണ്. മർബോസോ ക്യാനൽ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനുള്ളതാണെങ്കിൽ, ഈ ഡോജി ക്യാനൽ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അവസാനിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്യാനലാണ്. അപ്പോൾ അത് ചാർട്ടിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഡേ ക്യാൻഡിലാണ് ഓൾറെഡി ഇവിടെ അനലൈസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇവിടുന്ന് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അപ് ട്രെൻഡ് അവസാനിക്കുന്നുള്ള സൈനാണ് ഈ ഡോജി ക്യാൻഡിൽ നമുക്കിവിടെ തരുന്നത്. മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് മാത്രമായിട്ട് മാർക്കറ്റ് ഏകദേശം ഒരു 11% മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 പോയിന്റ് ബിറ്റ്കോയിനിൽ ഓൾറെഡി മൂവ് ചെയ്തു. മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകും എന്ന് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ആ ഒരു എക്സ്പെക്ടേഷൻ അവസാനിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ഡോജി ക്യാൻഡിൽ. ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സിങ് ക്യാൻഡിൽ, അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് ഒരു ക്ലാരിറ്റി തരാത്തൊരു ക്യാൻഡിലാണ് ഡോജി ക്യാൻഡിൽ. മാർക്കറ്റ് ഒരു ഫൈറ്റ് നടക്കുന്ന ഏരിയയിലാണ് ഈ ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അവിടെ ബയേഴ്സും ആക്റ്റീവ് ആവും, അതുപോലെ തന്നെ സെല്ലേഴ്സും ഓൾറെഡി ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ബോഡി വളരെയേറെ ചെറുതായിരിക്കും. വിക്കുകൾ വലുതായിരിക്കാം, മേ ബി വിക്കുകൾ വലിയ വിക്കുകളും വരാം, ചെറിയ വിക്കുകളും വരാം. ഇവിടെ എപ്പോഴും ഈ ബോഡി വളരെയേറെ ചെറുതായിരിക്കും. അങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൻ്റെ ആ ഒരു ഡയറക്ഷൻ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം അപ് ട്രെൻഡിലേക്ക് പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ അവിടെ അപ് ട്രെൻഡിൻ്റെ ആ ഒരു ബൈയിങ് പ്രഷർ അവസാനിക്കുന്നു. ഇനിയും മാർക്കറ്റ് എന്ത് സംഭവിക്കുക, മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ സെല്ലേഴ്സോ ആക്റ്റീവ് ആവാം എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. നിങ്ങൾ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ കാണുന്നത് ഒരു ഡോജി ക്യാൻഡിലാണ്. മാർക്കറ്റ് അത്യാവശ്യം ഒരു അപ് ട്രെൻഡ്, ഏകദേശം ഒരു 10-12% മാർക്കറ്റ് അപ്പിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു, സെല്ലേഴ്സ് ആക്റ്റീവായി. ഇവിടെ അതിനുശേഷം ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തത് ഈ കാണുന്നതാണ് ഡോജി ക്യാൻഡിൽ. ഇവിടെ ബയേഴ്സും ആക്റ്റീവ് ആയിരുന്നു, സെല്ലേഴ്സും ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ അഗ്രസീവ് ഒരു സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റ് സംഭവിച്ചിരിക്കുന്നത്. മാർക്കറ്റ് അഗ്രസീവായിട്ട് താഴത്തേക്ക് പോയി. ഇപ്പം നിങ്ങളൊരു ബൈയിങ് ട്രേഡൊക്കെ എടുത്തവരാണെങ്കിൽ ഇങ്ങനൊരു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പൊസിഷൻസ് ക്ലോസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മറ്റൊരു ക്യാൻഡിൽസ് നോക്കിയാൽ ഇവിടെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടെ ചെറിയൊരു പുൾ ബാക്ക് അതിന് ശേഷം ഇവിടെയും ഒരു ഡോജി ക്യാൻഡിൽ ഓൾറെഡി ഫോം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇവിടെയും ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു ഫൈറ്റ് നടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡോജി ക്യാൻഡിൽ ഓൾറെഡി ഫോം ചെയ്തു. ഈ ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും അഗ്രസീവ് സെല്ലിംഗ് പ്രഷറാണ് സംഭവിക്കുന്നത്. ഈ ഡോജി ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് അഗ്രസീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബൈയിങ് സൈഡിലേക്കാണെങ്കിൽ ഒരു അഗ്രസീവ് മൂവ്മെൻറ്റ് ബൈയിങ് സൈഡിലേക്ക് നടക്കും. ഇനിയും സെല്ലിംഗ് പ്രഷർ ആണെങ്കിൽ ഒരു അഗ്രസീവ് മൂവ്മെൻറ്റ് സെല്ലിംഗ് സൈഡിലേക്ക് നടക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ അലേർട്ട് ആയിരിക്കണം. നമ്മൾ ഓൾറെഡി പൊസിഷൻസ് ഒക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു പൊസിഷൻസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങണം. അല്ലെങ്കിൽ പുതിയ പൊസിഷൻസ് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസിനെ നമുക്ക് ഒരു കൺഫർമേഷനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഡയറക്ഷൻ നോക്കിയിട്ട് ആ ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റിൽ ഈ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കൊരു ട്രേഡ്സ് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിലിനെ ബേസ് ചെയ്ത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ ഒരു ക്യാൻഡിൽസ് ഫോം ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് അഗ്രസീവ് ആയിരിക്കും. നിങ്ങളോട് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിൽസ് ഫോം ചെയ്തതിന് ശേഷം മാർക്കറ്റ് അഗ്രസീവായിട്ട് ഓൾറെഡി മൂവ് ചെയ്തു. ഏകദേശം മാർക്കറ്റിൽ ഒരു 44%, ബിറ്റ്കോയിനിൽ ഏകദേശം മാർക്കറ്റ് 44% മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 27,000 പോയിന്റ് ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് അഗ്രസീവ് ഫോളാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു സൈഡിൽ പോലും ഒരു പുൾ ബാക്ക് മാർക്കറ്റ് തന്നിട്ടില്ല, അഗ്രസീവായിട്ട് മാർക്കറ്റ് ഫോൾ ആയി. നിങ്ങൾ ട്രേഡ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ബൈയിങ് സൈഡിലേക്കുള്ള ട്രേഡ്സ് ഒക്കെ എടുത്ത് വെച്ചവരാണെങ്കിൽ ഇങ്ങനൊരു ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഫിറ്റ് ഓൾറെഡി ബുക്ക് ചെയ്യണം. പുതിയ പ്ലാൻസുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ പുതിയ ട്രേഡ്സുകൾ പ്ലാൻ ചെയ്യാം. പ്രൈസ് ആക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഈ പറയുന്ന ഡോജി ക്യാൻഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോജി ക്യാൻഡിലിനെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിലുമായി വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.